മലയാളത്തിലെ കഴിഞ്ഞ 20-25 വർഷക്കാലത്തെ മികച്ച ജനപ്രിയ ചിത്രങ്ങളുടെയും ഒപ്പം തന്നെ മികച്ച കോമഡി എന്റർടൈനർ സിനിമകളുടെ സംവിധായകൻ ഷാഫി വിടവാങ്ങിയിരിക്കുകയാണല്ലോ. ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കടുത്ത തലവേദനയും ഉറക്കമില്ലായ്മയും കാരണം ജനുവരി 16-ാം തീയതി ആശുപത്രിയിലായിരുന്ന ഷാഫി കഴിഞ്ഞ ദിവസങ്ങളിൽ അത്യാസന്ന നിലയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നൊരു വാർത്തകൾ നാം കേട്ടെങ്കിൽ പോലും ഷാഫിയുടെ വിടവാങ്ങൽ തികച്ചും ഞെട്ടിക്കുന്നത് തന്നെയാണ്. മലയാളത്തിലെ മികച്ച കോമഡി സിനിമകളുടെ സംവിധായകരിൽ ഒരാളായ ഷാഫിക്ക് ആദരാഞ്ജലികൾ നേരുകയാണ്. മായാവി, പഞ്ചാബി ഹൗസ്, വൺ മാൻ ഷോ, പുലിവാൽ കല്യാണം, കല്യാണരാമൻ, തൊമ്മനും മക്കളും, ചോക്ലേറ്റ്, ചട്ടമ്പിനാട്, മേരിക്കൊണ്ടിരി കുഞ്ഞാട്, ടു കൺട്രീസ് തുടങ്ങി നിരവധി മികച്ച സിനിമകൾ, വിജയ സിനിമകൾ, ജനപ്രിയ സിനിമകൾ ഒരുക്കിയ സംവിധായകൻ കൂടിയാണ് ഷാഫി. അവസാനത്തെ 1-2 സിനിമകൾ നിരാശപ്പെടുത്തിയെങ്കിലും ദിലീപ് നായകനായി എത്തുന്ന സിനിമയിലൂടെ വീണ്ടും ഒരു തിരിച്ചുവരവിന് അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു. അതിനിടയിലായിരുന്നു അന്ത്യം. ഷാഫിയുടെ വിടവാങ്ങലിനിടയിൽ എമ്പുരാൻ എന്ന ലാലേട്ടൻ സിനിമയുടെ ടീസർ റിലീസ് ലോഞ്ച് എല്ലാം തന്നെ മാറ്റിവെക്കുമോ എന്നൊരു ചോദ്യം ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. എന്നാൽ എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ റിലീസ് ലോഞ്ച് ഇവന്റിൽ ഒന്നും തന്നെ മാറ്റമില്ല എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏകദേശം ഒരുപാട് ദിവസങ്ങളായിട്ട് ഇന്ന് നടക്കാനിരിക്കുന്ന ലോഞ്ചിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടന്നു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ എമ്പുരാന്റെ ടീസർ ലോഞ്ച് ഇവന്റ് മാറ്റിവെക്കാനുള്ള സമയം നിലവിലില്ല. കഴിഞ്ഞ ദിവസം വരെ ഋഷഭ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്ന ലാലേട്ടൻ മുംബൈയിൽ നിന്നും ഇന്ന് രാവിലെയോടെ കൊച്ചിയിലും എത്തപ്പെട്ടിട്ടുണ്ട്. എമ്പുരാന്റെ ടീസർ ലോഞ്ച് ഇന്ന് വൈകിട്ട് 6 മണി മുതൽ നടക്കും. കൊച്ചിയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാന്റെ വമ്പൻ ടീസർ ഇന്ന് വൈകിട്ട് 7:07 ഓൺലൈനായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറഞ്ഞതുപോലെ ഒരു കിടിലൻ ടീസർ തന്നെയാണ് നിലവിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും എമ്പുരാന്റെ ടീസർ ലോഞ്ച് ഇവന്റിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിവരങ്ങൾക്കായിട്ട്.